ഗവർണർക്കെതിരെ മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റത്തെ പുറകോട്ട് വലിക്കാൻ സംഘടിതമായ ശ്രമം ചാൻസലറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഭരണഘടനാ പദവിയിലിരുന്ന് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി അടയ്ക്കാപുത്തൂരിൽ നടന്ന ഉന്നത വിദ്യാഭ്യാസം ഭാവിയും ഭാവനകളും എന്ന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യവുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇല്ലാത്ത ആരോപണങ്ങളുമായി അതിനെതിരെ പ്രതിബന്ധങ്ങൾ തീർക്കുന്നത്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആൾ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയണം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കണം എന്നൊക്കെയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും ഞങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ആ മുന്നേറ്റത്തെ പുറകിൽ നിന്ന് വലിക്കുന്നതിന് വേണ്ടി സംഘടിത പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ് എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റത്തെ പുറകോട്ട് വലിക്കാനുള്ള ശ്രമങ്ങൾ തിരുതകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ല മാറ്റം നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടാകുമ്പോൾ തെറ്റായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട്, തെറ്റായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ധാര ഇവിടെ ഉണ്ട്. നിർഭാഗ്യവശാൽ അതിന് നേതൃത്വം നൽകുന്നത് സർവകലാശാലയുടെ തന്നെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് എന്നുള്ളത് വളരെയധികം ഖേദകരമായ അനുഭവമാണ് എന്നുകൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ട് സമൂലമായ പരിഷ്കരണമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നടപ്പാക്കി വരുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് കരിക്കുലം എന്ന രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന കെട്ടിപ്പടുത്ത് ഒരു നവവൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റും എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന്. ആ സുപ്രധാന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി അതുപോലെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ വിപുലീകരിക്കുന്നതിനും ജനജീവിത നിലവാരം അതിലൂടെ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയുള്ള പരിശ്രമങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്ക് ഗതിവേഗം പകരുന്നുണ്ട് എന്ന് കൂടി അറിയിക്കട്ടെ. ആ നിലയിൽ ഒരു ബദൽ പുത്തൻ വൈജ്ഞാനിക സമൂഹം, ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹം എന്ന നിലയിലുള്ള പുതിയ മാതൃകയാണ് ലോകത്തിന്റെ മുന്നിൽ കേരളം ഈ സന്ദർഭത്തിൽ അവതരിപ്പിക്കാനായി ഒരുങ്ങുന്നത്. അധ്യാപകനും ഗ്രന്ഥശാല പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപി മാസ്റ്ററുടെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അടയ്ക്കാപുത്തൂരിൽ നാട്ടുവിചാരം എന്ന പേരിൽ അനുസ്മരണവും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സംവാദവും നടത്തിയത്. വിദ്യാഭ്യാസ വിദഗ്ധനും കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ എം.വി. നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അച്യുത് ശങ്കർ എസ്. നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ. പ്രേംകുമാർ എം.എൽ.എയും ചടങ്ങിൽ പങ്കെടുത്തു. വെളിഞ്ഞഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയലക്ഷ്മി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ. ശ്രീധരൻ, ഡോക്ടർ എം. ജി. സുരേഷ് കുമാർ, ശബരി സ്കൂൾ പ്രിൻസിപ്പൽ ടി. ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ. സി. ശങ്കരൻ, എം. പ്രേമ, സംഘാടക സമിതി കൺവീനർ ഡോക്ടർ കെ. അജിത്, കെ. ടി. ഉണ്ണികൃഷ്ണൻ, പി. കാർത്തിയാനിക്കുട്ടി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസം ഭാവിയും ഭാവനകളും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത കുറിപ്പുകൾക്ക് സമ്മാനങ്ങളും നൽകി. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാപുത്തൂർ.